ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയും എസ്എഫ്ഐ നേതാവുമായിരുന്ന ധീരജ് രാജേന്ദ്രനെ യൂത്ത് കോൺഗ്രസ് കെഎസ്യു നേതാക്കൾ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ചാർജ് എടുത്തു. മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ചാർജ് എടുത്തത്. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയും എസ്എഫ്ഐ നേതാവുമായിരുന്ന ധീരജ് രാജേന്ദ്രനെ യൂത്ത് കോൺഗ്രസ് കെഎസ്യു നേതാക്കൾ ക്രൂരമായി മർദ്ദിച്ച് കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ആദ്യം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് സുരേഷ് ബാബു തോമസിനെയാണ് നിയമിച്ചിരുന്നത്. അദ്ദേഹം അസുഖബാധിതനായതിനെ തുടർന്നാണ് മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി ചാർജ് എടുത്തിരിക്കുന്നത്. സാക്ഷി വിസ്താരം ഷെഡ്യൂൾ ചെയ്തതിലേക്കായി ജനുവരി 13 കേസ് കോടതി വീണ്ടും പരിഗണിക്കും. പട്ടാപ്പകൽ കോളേജിൻ്റെ മുറ്റത്ത് വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ മനുഷ്യ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം എന്നൊക്കെ പറയാവുന്ന ഒരു കൊലക്കേസാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സംസ്ഥാന ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കേസിൽ ഇനിയും ഇതിൻ്റെ DNA പരിശോധനാ ഫലം കൂടി ഫോറൻസിക് ലബോറട്ടറിയിൽ നിന്ന് വരാനുണ്ട്. അതിനുവേണ്ടി കോടതി അത് എത്രയും വേഗം എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വന്നാൽ ഉടൻ തന്നെ ഈ കേസിൻ്റെ വിചാരണ നടപടികൾ എത്രയും വേഗം തുടങ്ങും. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ചാർജ് എടുത്ത പ്രിയദർശൻ തമ്പിയുമായി ധീരജ് രാജേന്ദ്രന്റെ പിതാവ് കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തിനൊപ്പം CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് അടക്കമുള്ള നേതാക്കന്മാരും ഉണ്ടായിരുന്നു. നിരപരാധിയായിട്ടുള്ള ധീരജനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ പ്രതികൾക്ക് നിയമത്തിന് ലഭിക്കാൻ കഴിയുന്ന എല്ലാവിധമായ ശിക്ഷയും വാങ്ങിക്കൊടുക്കുക എന്നതാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ച് കാര്യത്തിൽ കണ്ടിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിനെ സംബന്ധിച്ച് ധീരജൻ്റെ അച്ഛൻ്റെ കൂടെ സാന്നിധ്യത്തിൽ പ്രോസിക്യൂട്ടറുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് വന്നത്. കേസിൽ 8 പ്രതികളാണ് ഉള്ളത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം സംഘം ചേരൽ, കൊലപാതകം, വധശ്രമം, മർദ്ദനം, തെളിവ് നശിപ്പിക്കൽ, ആയുധം ഒളിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പട്ടികജാതി അതിക്രമം തടയൽ നിയമപ്രകാരവും കേസുണ്ട്. ധീരജിനൊപ്പം ആക്രമിക്കപ്പെട്ട അഭിജിത്തും അമലും ഉൾപ്പെടെ 159 സാക്ഷികളെ വിസ്തരിക്കുന്നതോടൊപ്പം 5000-ഓളം പേജുകളുള്ള രേഖകളും കോടതി വിചാരണ വേളയിൽ പരിശോധിക്കും. കൈരളി ന്യൂസ്, ഇടുക്കി.